അമൃതദേവി ബിഷ്ണോയി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വനം വന്യജീവി സംരക്ഷണം. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി കൂടി അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അപ്പോൾ വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനായി അസാധാരണമായ ധൈര്യവും അർപ്പണബോധവും കാണിക്കുന്നവരെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് നൽകി തുടങ്ങിയത്. 2001 മുതലാണ് നൽകുന്നത്. അതിൻ്റെ ഒരു തുക എന്ന് പറയുന്നത് 1,00,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ്. 2001 രാജസ്ഥാനിലെ ഗംഗാറാം ബിഷ്ണോയിക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് അവാർഡ് നൽകിയത്. ആരാണ് അമൃത ദേവി ബിഷ്ണോയി എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. 18-ാം നൂറ്റാണ്ടിലാണ് അവർ ജനിച്ചത്. രാജസ്ഥാനിലെ ജോധ്പൂരിലായിരുന്നു ജനനം. അവിടെ അടുത്തുള്ള ഖേജർലി ഗ്രാമത്തിലായിരുന്നു ജനനം. ഈ ഒരു പേരിൻ്റെ കൂടെയുള്ള ബിഷ്ണോയി എന്ന് പറയുന്നത് അവർ ഏത് സമുദായത്തിൽ പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു നെയിമാണ്. ബിഷ്ണോയി സമുദായം എന്ന് പറയുന്നത് പരിസ്ഥിതിയെയും വന്യജീവികളെയും ദൈവതുല്യം ആരാധിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ജോധ്പൂർ മഹാരാജാവായിരുന്ന അഭയ് സിംഗിൻ്റെ പുതിയ കൊട്ടാര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗ്രാമത്തിലെ വിശുദ്ധമെന്ന് കരുതുന്ന ഖേജ്രി മരങ്ങൾ മുറിക്കാൻ രാജസേവകരെ അയക്കുകയുണ്ടായി. എന്നാൽ അത് തടഞ്ഞുകൊണ്ട് അമൃതദേവി മുന്നോട്ട് വരികയും ശിരസ് നൽകേണ്ടി വന്നാലും ഒരു മരം രക്ഷിക്കുന്നത് ലാഭമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും അവരുടെ 3 പെൺമക്കളും കൂടി ഈ ഒരു മരം മുറിക്കലിനെതിരായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ ഭടന്മാർ വാളുകൊണ്ട് ഇവരെ 4 പേരെയും വെട്ടിക്കൊലപ്പെടുത്തി. ഇത് അറിഞ്ഞും കേട്ടും വന്ന ഗ്രാമവാസികൾ ഒന്നടങ്കം എല്ലാ മരങ്ങളുടെ ഇടയിലും മരങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രതിരോധം അവർ തീർത്തു. എങ്കിൽ പോലും 1730 നടന്ന ഈ ഒരു സംഭവത്തിൽ 363 ഗ്രാമവാസികൾ, അതായത് ബിഷ്ണോയികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് ഖേജർലി കൂട്ടക്കൊല എന്ന ഈ ഒരു സംഭവമാണ് അറിയപ്പെടുന്നത്. മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിന്ന് അവയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഇവരുടെ ധീരത പിൽക്കാലത്തെ ചിപ്കോ പ്രസ്ഥാനത്തിനൊക്കെ ഒരു വലിയ പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി സെപ്റ്റംബർ 11 ഇന്ത്യയിൽ ദേശീയ വന രക്തസാക്ഷി ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക.